ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സ്നാപ്സീഡിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അതുമായിട്ട് കിടിലനായിട്ട് നമുക്ക് ബ്ലർ ചെയ്യാം സ്നാപ്സീഡിൽ. അത് ഞാൻ അല്പം ടച്ചപ്പൊക്കെ ചെയ്ത് നല്ല കിടിലനാക്കി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് ആദ്യമായി ചെയ്യേണ്ടത് ഫോട്ടോ സെലക്ട് ചെയ്യുക, സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഹീലിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റിനെ മൊത്തത്തിൽ അങ്ങ് മായ്ച്ചു കളയുക. മായ്ച്ചു കളഞ്ഞതിന് ശേഷം ബ്ലർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് മൊത്തത്തിൽ ബ്ലർ ചെയ്യുക. ബ്ലർ സ്ട്രെങ്ത് ഹൈയിലിട്ടിട്ട് ആ സർക്കിള് ചെറുതാക്കിയാൽ മതി. എന്നിട്ട് അത് ഏതെങ്കിലും സൈഡിൽ കൊണ്ടുപോയി ഒന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി. ഇതേപോലെ ചെറുതാക്കുക, ഈ സൈഡിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഡബിൾ എക്സ്പോഷറിൽ പോവുക. നേരത്തെ ആഡ് ചെയ്ത അതേ ഫോട്ടോ ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഒരേപോലെ പ്ലേസ് ചെയ്യുക. പ്ലേസിന് ശേഷം ഓപ്പോസിറ്റി ഹൈലിടുക. അതിനുശേഷം സേവ് ചെയ്ത് വ്യൂ എഡിറ്റ്സ് എന്ന ഓപ്ഷനിൽ പോവുക. ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്ത് റബ്ബ് ചെയ്തെടുക്കാം. ഏറ്റവും സമയമെടുത്ത് ചെയ്താൽ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിത് ഒത്തിരി ടൈം എടുത്തുകൊണ്ട് സ്പീഡിൽ വിടുകയാണ്. മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക. സൈഡ് ഭാഗമാണ് ഏറ്റവും നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കേണ്ടത്. എന്നാലേ ആ ഫോട്ടോയ്ക്ക് ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. എനിക്ക് പറ്റുന്ന പോലെ ഞാനത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കിയാൽ നമുക്ക് ഇങ്ങനെയൊരു പിക്ചർ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ടൂൾസ് എടുക്കുക, സെലക്റ്റീവ് എന്ന ഓപ്ഷനിൽ പോവുക. ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഒരു ഡാർക്ക് ആക്കുക. എല്ലാം സെലക്ട് ചെയ്ത് ബ്രൈറ്റ്നസ് നന്നായിട്ട് കുറച്ചാൽ മതി. അതൊരു മൊത്തത്തിലൊരു ഡാർക്ക് ടോണും ബ്ലർ ടോണും കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. ഈ പിക്ചർ സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യുക. മൊത്തത്തിലൊന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ലൈറ്റ് റൂമിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ആപ്പിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ആപ്പിൻ്റെ പേര് ലെൻസ് ഡിസ്റ്റോർഷൻ എന്ന ആപ്പാണ്. അത് നിങ്ങൾക്ക് പിക്സാർട്ടോ ഉപയോഗിക്കാം. ഇതിൽ നല്ല കിടിലൻ സൺലൈറ്റ് എഫക്റ്റും ലെൻസ് ഫ്ലെയേഴ്സും കിട്ടുന്നതാണ്. ഒരെണ്ണം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എല്ലാം സോഫ്റ്റ്നെസ്സും ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ലഭ്യമാണ്.
അതേപോലെ തന്നെ നമുക്ക് ഇമേജിൻ്റെ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സും കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്കായി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.